തന്നെയാണ്. എത്ര ഉയർത്തുന്ന വരുന്നത് ഇതുണ്ടോ, എത്ര മുകളിൽ നിന്നാണ് ആ വെള്ളം ചാടുന്നത്. ഇതൊക്കെ ഇപ്പോൾ ഉരുൾപൊട്ടിയാൽ ഇങ്ങനെ താഴത്തേക്ക് വരും. വെള്ളച്ചാട്ടം കഴിഞ്ഞ് നമ്മള് മടങ്ങാണ് തുഷാരഗിരി സംഗതി അല്ലേ, കാണാൻ മാത്രം ഉണ്ടെങ്കിൽ ഇനി നമ്മള് നമ്മള് ഇവിടുന്ന് അങ്ങനെയാണ് നല്ല താഴത്തേക്ക് തുഷാരഗിരി മെയിൻ റോഡിലേക്ക് കയറി. ഇനി കുറച്ച് 3 കിലോമീറ്റർ കൂടെ ഉള്ളൂ തുഷാരഗിരി. 3 കിലോമീറ്റർ കൂടി തുഷാരഗിരി. നല്ല മഴയില്ല, നല്ല മഴയുണ്ട്, നല്ല കാലാവസ്ഥയാണ്, അടിപൊളി റോഡ്, നല്ല വൈബ്, അടിച്ച പൊളി അല്ലേ. ഇവിടൊക്കെ എന്താ കാണാൻ രസം. നല്ല അപ്പൊ നമ്മള് തുഷാരഗിരിക്ക് പ്രവേശിച്ചു നിൽക്കണേ. രണ്ടാം വളവൊന്ന് തുഷാരഗിരി പോണ റോഡിന് ഇങ്ങോട്ട് വരുമ്പോ റോഡ് സൈഡിൽ തന്നെയാണ് ആ വെള്ളച്ചാട്ടം. അതൊരു നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. അത് കാണാതെ ആരും പോകരുത്. അവിടെ കുറച്ചു നേരം നിർത്തിക്കണ്ട് കാണുന്ന മതി. ആ രണ്ടാം വളം കുളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുളിക്കാം. ഞങ്ങള് തോർത്തുണ്ടില്ലാത്തോണ്ട് കുളിക്കാൻ പോകുന്നതാണ്. പക്ഷെ നല്ലൊരു കുളിക്കാൻ പറ്റിയ സ്ഥലം. അവിടുന്ന് കുറച്ചുകൂടെ പോന്നാൽ ഈ വട്ടച്ചിറ എന്ന സ്ഥലത്ത് വട്ടച്ചിറ നല്ല തണുത്ത വെള്ളം, അടിപൊളി വെള്ളം, മോളിൽ നിന്ന് ഇങ്ങനെ ചാടാണ്. മലനിരകളാണ് കേട്ടോ. നല്ല തല ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി. അങ്ങനെ തട്ടിപ്പൊളി വെള്ളം. വരുതും കൂടി മണ്ട തലയൊന്നും കഴിക്കണ്ട, തല കഴിക്കേണ്ട ആവശ്യമില്ല, അവിടെ നിന്നാ മതി. നല്ല സാറായി. ഇതവിടെ പോണ വഴിയിലാണ്. ഇവിടെ ഒരു സംഗതി ഉണ്ട്, ഞാൻ കുറച്ച് കണ്ട് കാട്ടിത്തരാം. മറ്റേ വീഡിയോയിൽ നമുക്കിടാം. അത് നമുക്ക് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ. കുറെ മുമ്പ് നമ്മൾ ഈ വൈക്ക് വന്നപ്പോഴേ ഇത് കണ്ടതല്ലേ നമ്മള്. ആ വൈബ് നമുക്ക് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. ഇവിടെ എന്താ ടർഫ് എന്താ വരാൻ പോകണ്ടേ, ടർഫാണത്. അങ്ങനെ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് ഏകദേശം തുഷാരഗിരിക്ക് എത്താനായി കേട്ടോ. ഇവിടെ ഒരു പാലുണ്ട്. ഇതൊന്ന് കോഴിക്കോട് നേരെ വടക്കാഞ്ചേരി കോടഞ്ചേരി തുഷാരഗിരി വെള്ളച്ചാട്ടം, തുഷാരഗിരി പാലാണ് ഇട്ടത്. തുഷാരഗിരി പാലം, അതെ, ഇത് തുഷാരഗിരി പാലാണ്. നല്ല വൈബുള്ള സ്ഥലാട്ടോ. തുഷാരഗിരി പാലത്തുമ്പോൾ കൂടെ ഞാൻ ആദ്യമായിട്ട് പോവാണ്. ഇന്നാള് വന്നെന്ന് നമ്മൾ ഇതിലല്ല പോയത്, ഇവിടെ മറ്റേ റോഡിനാണ് പോയത്.